മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിന് 37 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവ് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് രഹസ്യമായി പോയി പാർക്കുകയാണ്. കാരണം അവിടുന്ന് അവരാരും വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് പോലും. എന്നാൽ ചിലർ അവനിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് പരസ്യമായിട്ട് ഏറ്റുപറയാനായിട്ട് അവർ മടി കാണിച്ചു. വചനം പറയുകയാണ്, അതിൻ്റെ കാരണം ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിന് തടസ്സമായിട്ട് അവരിൽ നിന്നത് ദൈവമഹത്വത്തെക്കാൾ അധികം അവരാഗ്രഹിച്ചത് മനുഷ്യൻ്റെ പ്രശംസയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കൊക്കെ ഈശോയിൽ വിശ്വാസമുണ്ട്. ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ബോധ്യം നമുക്കുണ്ട്. ഈശോയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് ഓടുന്നുണ്ട്. പക്ഷേ ഈശോയെ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് എന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുന്നുണ്ടോ? ഈശോയാണ് എനിക്കിത് നൽകിയത് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഏറ്റുപറയുന്നുണ്ടോ? എൻ്റെ കഴിവോ എൻ്റെ അധ്വാനമല്ല, ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? മക്കളെ, തിരിച്ചറിഞ്ഞുകൊള്ളുക, ദൈവമഹത്വത്തെക്കാൾ അധികമായിട്ട് മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിക്കുന്നവരായിട്ട് നീ മാറുകയാണ്. ഇങ്ങനെ നീ ഈശോയെ ഏറ്റുപറയാതിരിക്കുമ്പോൾ നിൻ്റെ ജോലി സ്ഥലത്ത് ഈശോയെ നീ ഏറ്റുപറയണം. നീ ആരെ പേടിക്കുന്നത്? ഈ സമൂഹത്തിൽ ഇന്ന് പലരും ഈശോയെ ഏറ്റുപറയാൻ പേടിയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? മറ്റുള്ളവർ കളിയാക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ വിശ്വാസം നീ എവിടെയായിരിക്കുന്നു അവിടെ നീ ഏറ്റുപറയണം. ഇല്ലെങ്കിൽ നീ ദൈവമഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസയാണ് ആഗ്രഹിക്കുന്നത് തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിൽ പിന്നെ എങ്ങനെ അനുഗ്രഹം കിട്ടും? നിന്റെ പ്രാർത്ഥനകൾക്ക് എങ്ങനെ ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടും? നീ പ്രാർത്ഥിക്കും, ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ ഏറ്റുപറയുന്നില്ല. ഏറ്റുപറയണം. നിന്റെ വിശ്വാസം നീ ഏറ്റുപറയണം. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളായി മാറുക. ദൈവാനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്കും നിന്റെ കുടുംബത്തിലേക്കും ഒഴുകും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നിന്റെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കണം. ഈശോയെ, വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ. അഭിഷേകം ഇവർക്ക് നൽകണമേ. അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.